20 ദിവസം കൊണ്ട് ട്രേഡിംഗ് പഠിക്കാമെന്ന തമ്മിൽ കണ്ടപ്പോൾ ഇതൊരു ക്ലിക്ക് ബൈറ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുള്ളവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. എന്നാൽ ഇതൊരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള തമ്മിലല്ല 20 ദിവസം കൊണ്ട് ട്രേഡിംഗ് പഠിക്കാം. 20 ദിവസം കൊണ്ട് ട്രേഡിംഗിൽ സക്സസ്ഫുൾ ആകാം എന്നല്ല പറയുന്നത്, 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാം എന്ന് തന്നെയാണ്. ലേണിംഗ് ഡസ് നോട്ട് മീൻ സക്സസ് എന്നാണല്ലോ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫുട്ബോൾ കോച്ചിങ്ങിന് ചേർന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഫുട്ബോൾ കോച്ചിങ്ങിൽ നിങ്ങളുടെ കോച്ചിന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുക ആ കളി എന്താണെന്നും ഫുട്ബോൾ കളി എന്താണെന്നും അവിടുത്തെ നിയമങ്ങൾ എന്താണെന്നും എങ്ങനെയാണ് ഫുട്ബോൾ കളിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളുമൊക്കെ ആയിരിക്കും ആ ഒരു കോച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു കോച്ച് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാളെ വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ഫുട്ബോളർ ആകാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലുള്ളൊരു എഫേർട്ട് അവിടെ ഇടേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പല സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫുട്ബോൾ കളിയിൽ വളരെ മികച്ച ഒരു ഫുട്ബോൾ പ്ലെയർ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ കോച്ച് എന്തെങ്കിലും പഠിപ്പിച്ച് തന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നാളെ വളരെ മികച്ച ഒരു ഫുട്ബോളർ ആകാനായിട്ട് പോകുന്നില്ല. ഇത് ഫുട്ബോൾ കളിയിൽ മാത്രമല്ല പല മേഖലകളിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു കാര്യം പഠിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിൽ സക്സസ്ഫുൾ ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മുടെ കൂടെ വേറെയും ഒരുപാട് കുട്ടികൾ ഇന്ന് പഠിക്കുന്നുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും എല്ലാം തന്നെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു പരീക്ഷ കഴിഞ്ഞ് മാർക്ക് വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള മാർക്കാണ് ഉണ്ടാവുക? അല്ല. നന്നായി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും, ഒട്ടും പഠിക്കാത്ത കുട്ടികൾക്ക് ഒട്ടും മാർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഏതൊരു മേഖലയായാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ട്രേഡിങ്ങിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ട്രേഡിങ് പഠിപ്പിച്ച് തരാനായിട്ട് ആരെക്കൊണ്ടും സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിച്ചേ മതിയാവുള്ളൂ. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ലൈവായിട്ടുള്ള ചാർട്ടിൽ പോയി അപ്ലൈ ചെയ്ത് ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആകാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ട്രേഡിംഗ് എങ്ങനെയാണ് പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് വഴികളുണ്ട്. ഈ 20 ദിവസം കൊണ്ട് ട്രേഡിംഗ് പഠിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരാം. അതല്ലാതെ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വഴികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 30ഓളം വീഡിയോസ് ആ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ ട്രേഡിങ്ങിനെ പറ്റിയിട്ടോ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ടോ ഒന്നും അറിയാത്ത ഒരാൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ, അതായത് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ആ ഒരു സീരീസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രേഡിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആ സീരീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ചാനലിലൂടെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പുറമെ പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് സാധിക്കും. പല ആളുകളും അത്തരത്തിൽ പൈസ കൊടുത്തുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ കോഴ്സുകൾ സെല്ല് ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനെ കോഴ്സ് സെല്ല് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളൊന്നും വേണ്ട. അതായത് ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകളാകുമ്പോൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇരുന്ന് കാണുക, അവിടെ എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളത് സ്വയം കണ്ടെത്തി ക്ലിയർ ചെയ്യുക. അത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും റെക്കോർഡ് ക്ലാസ്സുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളൊന്നും വേണ്ട. നിങ്ങൾക്ക് ലൈവായിട്ട് ആരെങ്കിലും പഠിപ്പിച്ച് തരണമെന്നുണ്ടെങ്കിൽ, ലൈവായിട്ട് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റബിൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓൾറെഡി ഫോളോ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയുമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ തംബ്നെയിലുള്ള 20 ദിവസം കൊണ്ട്, വെറും 20 ദിവസം കൊണ്ട് നമുക്ക് ട്രേഡിംഗ് പഠിക്കാം എന്നുള്ള ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഓക്കെ. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള, എന്നെ ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിട്ടായാലും അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ സ്റ്റാറ്റസ് സ്റ്റോറികളൊക്കെ കണ്ടിട്ടായാലും എന്നെ ഈ ഒരു കോഴ്സിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള എൻക്വയറീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കോഴ്സുകളാണ് മാർക്കറ്റബിളിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നും അതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് എന്നോട് ആളുകൾ ചോദിക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ടോ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പ് മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാനായിട്ട് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. ആർക്ക് വേണമെങ്കിലും ട്രേഡിംഗ് പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് നോക്കാതിരിക്കുകയായിരിക്കും നല്ലത് എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ട്രേഡിങ്ങിലുള്ള റിസ്ക് മാനേജ് ചെയ്യാൻ മാത്രമുള്ള ഒരു പക്വത നിങ്ങൾക്കായാൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് കടന്നിട്ട് അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് കാര്യമുള്ളൂ.
അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും 18 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 18 വയസ്സെന്ന് പറയുന്നത് ഞാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഒരു 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് എൻക്വയറീസ് ആയിട്ട് വരുന്നുണ്ട്. സോ അവരോടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ അത്യാവശ്യം ഒരു +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അടുത്തായിട്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് നമുക്ക് അത്യാവശ്യമാണോ, ഇത് മസ്റ്റായിട്ട് ട്രേഡിംഗ് പഠിക്കാനായിട്ട് ഇത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിർബന്ധവുമില്ല. ഉണ്ടെങ്കിൽ നല്ലത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഈ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും ചെയ്യുന്ന ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ സ്ക്രീനിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് കാണാനായിട്ട് സാധിക്കുമെന്ന് മാത്രം. അത് ഇല്ലെങ്കിലും നമുക്ക് ഫോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല. പിന്നീട് ആളുകൾ ചോദിക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബാച്ചിൽ മാക്സിമം എത്ര ആളുകൾ ഉണ്ടായിരിക്കും, എത്ര സ്റ്റുഡൻസ് ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കറ്റബിൾ അണ്ടറിൽ നമ്മൾ 2 ബാച്ചുകളാണ്, 2 കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് 20 ഡേയ്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സും 2 SMC ട്രേഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു കോഴ്സും. ഓക്കെ, അപ്പോൾ ഈ ഒരു 20 ഡേയ്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള, ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത, ക്രിപ്റ്റോ കറൻസിനെ പറ്റിയിട്ടോ ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ടോ ഒന്നും അറിയാത്ത ഒരാൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് ഈ 20 ഡേയ്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന കോഴ്സ്. ആൻഡ് SMC എന്ന് പറയുന്ന കോഴ്സ് അത്യാവശ്യം ട്രേഡിംഗ് ഒക്കെ അറിയാവുന്ന ആളുകൾക്ക് പുതിയതായിട്ട് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് SMC ട്രേഡിംഗ് എന്ന് പറയുന്ന കോഴ്സ്, സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു 20 ഡേയ്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും ഫസ്റ്റ് ബാച്ചിൽ, ഏറ്റവും ആദ്യത്തെ ബാച്ചിൽ വെറും 10 സ്ലോട്ടുകൾ മാത്രമേ, 10 സീറ്റുകൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഏറ്റവും ബിഗിനർ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്, ഒന്നും അറിയാത്ത, ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. എല്ലാവരും സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആകെ കലപ്പില്ലാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. എന്നാൽ രണ്ടാമത്തെ ബാച്ച് ആയപ്പോൾ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിസംബർ ബാച്ചിൽ നമുക്കൊരു 15 പേരെ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളുകൾ സംശയം ചോദിച്ചാലും കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ നമ്മൾ ആ ഒരു 20 ഡേയ്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ തിക്കി നിറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സൊന്നും ആയിരിക്കില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ എല്ലാവർക്കും കൃത്യമായിട്ട് അവരുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ്സിനകത്ത് ഉണ്ടായിരിക്കും. ഇനി SMC ട്രേഡിംഗ് ക്ലാസ്സുകളുടെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ട്രേഡിംഗ് അറിയാവുന്നവരാണ് ആ ഒരു കോഴ്സ് എടുക്കാനായിട്ട് വരിക, അല്ലെങ്കിൽ ആ ഒരു ബാച്ചിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു 30-40 സീറ്റുകളോളം നമുക്ക് SMC ട്രേഡിംഗ് ക്ലാസ്സുകളിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അവിടെയും നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വരുന്ന എല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. സോ ലിമിറ്റഡ് ക്ലാസ്സുകൾ മാത്രമേ നമ്മുടെ ഈ ഒരു ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈവ് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നതും അത് തന്നെയാണ്. കാരണം റെക്കോർഡഡ് ക്ലാസ്സുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. എന്നാൽ ലൈവ് ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിലും അത് അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ലൈവ് ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മറ്റ് പല ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നമ്മുടെ തംബ്നെയിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് 20 ദിവസം കൊണ്ട് ട്രേഡിംഗ് പഠിക്കാനായിട്ട് സാധിക്കുമോ? ഞാൻ എൻ്റെ കഴിഞ്ഞ 2 ബാച്ചിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്, നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ, ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചാർട്ട് അനലൈസ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടൊരു ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു 20 ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആകാനായിട്ട് സാധിക്കില്ല. അത് ട്രേഡിങ്ങിൻ്റെ ഒരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കോടികൾ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ നമ്മുടെ കോഴ്സിലേക്ക് ക്ഷണിക്കാം. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്, നമ്മുടെ കോഴ്സിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 2-3 വർഷങ്ങളുടെ ഒരു പ്രാക്ടീസ് എങ്കിലും, ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അത്രയും സമയത്തെ ഒരു പ്രാക്ടീസ് എങ്കിലും നിങ്ങൾക്ക് അവിടെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു 20 ദിവസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കുള്ളൂ.
നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ട് സാധിക്കുക എങ്ങനെ ഒരു ചാർട്ട് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ഒരു ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യമാണ്. ആൻഡ് ആ ട്രേഡ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക്, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് അവിടെ അത്യാവശ്യമാണ്, വളരെ വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഈ ഒരു 20 ദിവസം കഴിഞ്ഞാലും നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പിന്നീട് വരുന്ന എന്ത് സംശയങ്ങൾ വേണമെങ്കിലും, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ ലൈവായിട്ടുള്ള മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരുമായിരിക്കും. അപ്പോൾ ആ സംശയങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ്, ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ എല്ലാവിധ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് ലൈഫ് ടൈം ആയിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ഡിസ്കോഡ് ഗ്രൂപ്പിലേക്കും ഉള്ളൊരു ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം, എത്രയൊക്കെയാണ് ഫീസ് വരുന്നത്, ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കാം. ആൻഡ് ക്രിസ്മസ് പ്രമാണിച്ച് വളരെ അടിപൊളി ഒരു ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ പോവുക, എന്നിട്ട് themarketable.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. themarketable.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ഇതാണ്. ആൻഡ് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ കാണാൻ പറ്റും. ഓക്കെ, വാട്ട് വുഡ് യു ലൈക്ക് ടു ലേൺ ടുഡേ എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സുകൾ കാണാൻ പറ്റും. ഒന്നാമത്തേത് നമ്മുടെ ഫ്രീ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസാണ്. നമ്മുടെ യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു റെക്കോർഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് താഴേക്ക് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഇതാണ്. 20 ഡേയ്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ ലൈവ് ക്ലാസ്സുകളുണ്ട്. ആൻഡ് SMC ദ അഡ്വാൻസ്ഡ് ട്രേഡിംഗ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ലൈവ് ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് കോഴ്സിലാണോ ജോയിൻ ചെയ്യേണ്ട താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിൻ്റെ കൂടെ എൻറോൾ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ 20 ഡേയ്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന ക്ലാസ്സിന് 4000 ആണ് നമ്മുടെ നിലവിലെ റേറ്റ് എന്ന് പറയുന്നത്. SMC എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ജനുവരി 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. സോ അതിൻ്റെ ബേസിക് പ്രൈസ് എന്ന് പറയുന്നത് 2000 ആണ്. ഓക്കെ, അപ്പോൾ നിലവിലെ പ്രൈസാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾ വൈകിട്ടാണ്, കുറേ മാസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ കോഴ്സിൻ്റെ ഫീസ് ചിലപ്പോൾ കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിലെ ഫീ 4000 ആണ്. സോ നമ്മുടെ 20 ഡേയ്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എൻറോൾ നൗ എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു കോഴ്സ് പേജിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ആൻഡ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലാംഗ്വേജ് മലയാളമാണ്, മലയാളത്തിലാണ് ക്ലാസ് ഉണ്ടാവുക. ആൻഡ് കോഴ്സിനെ പറ്റിയിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ആൻഡ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലബസ് കാണാൻ പറ്റും. അതായത് 20 ക്ലാസ്സാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ, ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ ഡേ 20 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ SMC എന്ന് പറയുന്ന ആ ഒരു കോഴ്സിലും ഇതേ സെയിം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. SMCയിൽ നിങ്ങൾ ഇവിടെ എൻറോൾ നൗ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും SMCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. SMC കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സിലബസ് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സ് നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ ക്ലിക്ക് ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും കോഴ്സുകളിലൂടെ ബൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും കോഴ്സിലേക്ക് എൻറോൾ നൗ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡാഷ് ബോർഡിൽ നിങ്ങൾ എടുത്തിട്ടുള്ള നിങ്ങൾ ആക്റ്റീവ് കോഴ്സസ് ഏതൊക്കെ കോഴ്സസ് ആണ് എടുത്തിട്ടുള്ളത് അതിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ട്രേഡിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലാണ്. ആൻഡ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ട് ഒരു ഓഫറും കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം, ഈ ഒരു വീഡിയോ നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് 24-ാം തീയതി ആയിരിക്കും. ഡിസംബർ 24-ാം തീയതി ഒരു 6 മണിക്കായിരിക്കും, വൈകിട്ട് 6 മണിക്കായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പബ്ലിഷ് ആയതിനു ശേഷം, അതായത് 24-ാം തീയതി 6 മണി മുതൽ 25-ാം തീയതി രാത്രി 11:59 വരെ ഉള്ള സമയത്തിനിടയിൽ നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10% ഓഫ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു 10% ഓഫ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു കോഴ്സിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10% ഓഫ്, ടോട്ടൽ ഫീയുടെ ഒരു 10% ഓഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ എല്ലാവരും ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ themarketable.in എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. നിലവിൽ 2 കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ മാസം കഴിയും തോറും പുതിയ കോഴ്സുകൾ അതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ വെബ്സൈറ്റ് നോക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ് ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.